Hello guys, welcome to a new vlog. Yes. Shingu home. Shingu home. അതുകൊണ്ട് This is my home. അപ്പോൾ ഇന്ന് നമ്മളെ വ്ളോഗിന്റെ പേര് ഷിങ്കു വ്ളോഗ്സ് ആക്കിയിരിക്കുകയാണ്. Okay. Guys, Shingu home ആണ്. പക്ഷേ ഇവിടെ ഇപ്പം മമ്മി ഡാഡി ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഇവിടുത്തെ. ഞങ്ങൾ രണ്ടുപേരും ആണ് ഇവിടുത്തെ മമ്മി ഡാഡി. അപ്പം ഇന്നലെ ഈ രാത്രി നമ്മൾ ഫുഡ് കഴിച്ചു, പിന്നെ എല്ലാവരും ടയേർഡ് ആയതുകൊണ്ടാണ് പിന്നീട് വീഡിയോസ് അങ്ങനെ കാണാനത്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് കൊടുങ്ങല്ലൂരിലാണ്, ഷിങ്കുവിന്റെ വീട്ടിലാണ്. ഇതാണ് ഷിങ്കുവിന്റെ വീട്. കണ്ടില്ലേ? ഇങ്ങോട്ട് വാ. വീടിന്റെ കോലം നോക്കിക്കോ, വളരെ കാട് പിടിച്ച. ഇതൊക്കെ കാണിക്കുമ്പോ എന്റെ ഉമ്മ ഉണ്ടല്ലോ, നീ എന്തിനാ അതൊക്കെ കാണിച്ചത്, എനിക്ക് അവിടെ വന്നിട്ട് ഇവിടെ വെട്ടാൻ പറ്റൂലല്ലോ. ഉമ്മ പിന്നെ ഉമ്മാനോട് കേട്ടെ, ഉമ്മാക്ക് ഉറക്കം കിട്ടിയോ? ഭാവിക്ക് ഉറക്കം കിട്ടിയോ? ഉറുമ്പ് അടിച്ചു, അതൊക്കെ സ്വാഭാവികം. ഇവിടെ ആരും ഇല്ലാത്തോണ്ട് അല്ലേ? ലൂയിക്ക് ഉറക്കം കിട്ടിയോ? അടുത്തേക്ക് എന്നിട്ടേ ഇന്നലെ കേറി വന്നിട്ടില്ലേ, ഇവരെ പേടിപ്പിക്കാ. AC ഒന്നും തുറക്കാൻ പാടില്ല, അതിൻ്റെ ഉള്ളിൽ അതാണ് കുശുമ്പ്. കിട്ടിയില്ലല്ലോ അതിന്റെ. അത് വേണ്ട, നിങ്ങളെന്നെ കമന്റ് ബോക്സിൽ ഇട്ടോ. കുറെ കാലം പൂട്ടി കിടക്കുന്ന റൂം അല്ല, കുറച്ചേരം വെന്റിലേറ്റ് ചെയ്തിട്ട് AC യൂസ് ചെയ്യാം, അതിന് പ്രശ്നമില്ല. നമുക്കൊന്ന് ഉള്ളിൽ കാണാം. ഒരു ആൾത്താസ്. അയ്യോ, ഇവിടെ ആൾക്കാരറിയില്ലേ? ഇവിടെ അങ്ങനെ കള്ളന്മാർ ഏരിയ അല്ല, അതിന്റെ പ്രശ്നമില്ല. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പെരുങ്കളച്ചി ഇവിടെ ഉണ്ട്. പിന്നെ ഈച്ചകൾ വന്ന് കൂട് കൂട്ടിയിട്ടുണ്ട്. അസിമ്മ കണ്ടോളൂ. ഷിങ്കുവിന്റെ വാപ്പയും ഉമ്മയും ഇക്കാക്കയും പിന്നെ ഇത്താത്തയും എല്ലാവരും ദുബായിലാണ്. സോ ഈ വീട് പൂട്ടി കിടക്കലാണ്. ഒരു സെറ്റിൽഡ് ആയ ആൾക്കാരെ വീട് ഇങ്ങനെ പൂട്ടിക്കിടന്നാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ ഒരു വീട് പോലെ അല്ലേ, നോർമൽ. എനിക്ക് മനസ്സിലായില്ല, ഇങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമായിരിക്കും. ഇപ്പൊ ഒരുവിധം ഫാമിലി ഇപ്പൊ നോക്ക്, എന്റെ കസിനാണ് വഫ, അവരുടെ വീടും പൂട്ടിക്കിടക്കാം. മനസ്സിലായ? ഇതൊന്നും പൂട്ടിക്കിടക്കുന്ന വീടല്ല, എല്ലാത്തിനും ആളുണ്ട്. കണ്ട ഇതൊക്കെ ഇവിടെ കേറി വന്ന അവിടെ എന്താ അറിയാ കാണേ. ഞങ്ങളെ കല്യാണൊക്കെ ഡോക്ടർ യൂട്യൂബർ. കഴിഞ്ഞ കൊല്ലം ഇതേ ദിവസമാണ് ഞാൻ ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് സൽക്കാരത്തിന് വന്നത്. ഒക്ടോബർ 10-ാം തീയതി, അല്ല ആഗസ്റ്റ് 10-ാം തീയതി. പിന്നെ ഇവിടെ ആർക്കോ വേണ്ടാത്തൊരു മെഷീൻ ഉണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞത്, ഇവിടെ എൻ്റെ ഉമ്മ ഇല്ലെങ്കിലും വളരെ ഞങ്ങൾ വരുമെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞപ്പോൾ എൻ്റെ സിദ്ധിയപ്പം എനിക്ക് വേണ്ടി ഫുഡെല്ലാം ഒരുക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാബിമ്മ ആണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കി, ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് അല്ലേ, എല്ലാം പുതപ്പൊക്കെ സെറ്റാക്കി ബാബിമ്മ എല്ലാം ചെയ്ത് കിട്ടും അല്ലേ. അതിന് താങ്ക് യു ബാബിമ്മ ആൻഡ് സിദ്ധിയപ്പ, പാത്തുമ്മ, എല്ലാവരോടും താങ്ക് യു സോ മച്ച് ഞങ്ങൾക്ക് ഫുഡ് കഴിച്ചിന് അല്ലേ. ഇനി കാലത്തും ഒരു വിരുന്നുണ്ട് ഗൈസ്. ഇവിടെ ഒന്നും ഞങ്ങൾ ഓൺ ടൈമാ, 7:00 എത്തുന്നല്ലേ പറഞ്ഞെങ്കിൽ. ആദ്യമായിട്ട് ഇവിടെ വീട്ടുകാരെ മൊത്തം ഞാൻ ബുദ്ധിമുട്ടിക്കുകയാണ്. കണ്ട, ഇത് ഇന്നലെ ഇതൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ബാബിമ്മ വന്ന് പാവം എല്ലാം വിരിച്ച്. ഇന്നലെ ഇങ്ങനെ കിടന്നേ തോന്നണേ, 4 ആള് അല്ല 3 ആള് അല്ലേ, തലാൻ എങ്ങനെ ഇട്ടോണ്ട് തോന്നിയതാ. ചിലപ്പോ അങ്ങനെ വിരിച്ച് സെറ്റപ്പ് ആക്കിയാണെങ്കിലോ. ഇത് ആരുടെ റൂമാണ്? അളിയന്റെ മുണ്ടാണത്. ഷിനു ഷിൻഷാദിന്റെ അവരുടെ ഡ്രോയിങ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അളിയന്റെ റൂമാണ്, എന്റെ അളിയന്റെ. ഓക്കെ ഇവിടുത്തെ അളിയന്റെ റൂമാണ്. പിന്നെ ബാത്റൂം ടൂർ വേണ്ടല്ലോ, മേലെ ടൂർ വേണ്ട ഗൈസ്. അപ്പം ഇതാണ് എന്റെ വീട്. അടുക്കള കാണിക്കണം. ഇല്ല, ഞങ്ങൾ ടൈമില്ല. അടുക്കള കാണിച്ചാല് ഞങ്ങൾ ഉമ്മ അങ്ങനത്തെ മോശക്കേടൊന്നുമില്ല. എന്നാലും ഒരു പൂട്ടിക്കിടന്ന് വീണ പൊടിയൊക്കെ ഉണ്ട്. ഗ്യാസും ആരും ഉപയോഗിക്കുന്നില്ലല്ലോ അന്നേരം. റിയാലിറ്റി. അപ്പം മേഡം മേലത്തെ ലൈറ്റ് ഒന്നും ഓഫ് ആക്കിയിട്ടില്ല. ഓഫ് ചെയ്തു. ടെക്നോളജിയാ. ഞാൻ ഇതിന്റെ സ്വിച്ച് മേലെന്നായിരുന്നു ഇട്ടത്. സ്വിച്ച് കണ്ടുപിടിക്കുന്നു. എന്നിട്ട്
ഓഫായി വാ. അപ്പൊ നമ്മൾ ഓരോ ലൈറ്റ് ഇട്ടും ഗൈസ്, നമ്മളെ കൂടെ എൻ്റെ വീടിന്റെ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് നിങ്ങളും വായോ. നമ്മളെല്ലാം ഓഫ് ചെയ്ത് പോയാല് ഇറങ്ങിക്കോ. താക്കോൽ എവിടെ വെച്ചേ? ഹലോ ഗൈസ്, നമ്മള് ഫ്രണ്ടിൽ കുറെ ലൈറ്റ് ഇട്ട് വെച്ചിരുന്നു. അതാദ്യം കള്ളന്മാര് വരികയാണെങ്കിൽ തന്നെ ഞങ്ങള് കൊണ്ടുപോയിട്ടോ താക്കോലൊക്കെ. കുത്തി പൊട്ടിക്കണ്ടെന്ന് ഉദ്ദേശിച്ചു. ഇതെന്താ കേടാത്തെ? അത് പുറത്തുനിന്നാ, അതിന്റെ സ്വിച്ച് പുറത്താണല്ലോ. പുറത്താകും മൈ ഹോം സ്വിച്ച് ഒക്കെ ഒരു സ്വിച്ച് ലൈനോ ലൈറ്റ് ഓഫ് ആക്കി. ഞാൻ പറഞ്ഞുതരാം. ഇല്ല, ഓഫായില്ല. ഓഫായോ? ഇല്ല. ഓഫായോ? ഇല്ല. ഓഫായോ? ഇല്ല. ഓഫായോ? ഇല്ല. ഓഫായോ? ഇല്ല. ഓക്കെ, ഞാൻ അത് ഓഫായി. ഏത് പുറത്തത്തെ നേരത്തെ ഈ സ്വിച്ച് ആണ് ഓഫ്. അടുത്തത് ഓഫായോ? ഇല്ല. ഓഫായോ? ഇല്ല. ഓഫായോ? ഇല്ല. ഓഫായോ? ഇല്ല. ഓഫായോ? ഇല്ല. ഓഫായോ? ഇല്ല. ഓഫായോ? പവർ സ്വിച്ച് ആണെന്ന് തോന്നുന്നു. ഓഫായോ? ശിങ്കു, ബാക്കി ഒരു ഓഫായോ? ഇത് വല്ലാത്തൊരു സ്വിച്ച് ആയല്ലോ. വല്ലാത്തൊരു സ്വിച്ച്. അതാ അല്ലേ, തിരിച്ചോട്ടെ. ഓഫായി. വെറുതെ അല്ല, ഉമ്മാടെ റൂമിലെ എല്ലാ സ്വിച്ചാണ്. അവിടെ എമർജൻസി സ്വിച്ച് ഉണ്ട്. കള്ളന്മാര് വന്നതിനാ ആ ഒരു സ്വിച്ച് ഇട്ട എല്ലാ സ്വിച്ചും അത് അവിടെ ഓണായി കിടക്കാം. ഞാൻ അത് ഓഫ് ചെയ്തപ്പോ അത് എല്ലാ സ്വിച്ചും ഇവിടെ എല്ലാ സ്വിച്ചും പുറത്തത്തെ ഒറ്റ സ്വിച്ചിൽ കത്താൻ വേണ്ടിട്ട് സ്വിച്ച് നമുക്ക് സാധനമുണ്ട്. ഉമ്മക്ക് കറിവേപ്പില പറയുന്നത് നമുക്ക് പറിച്ചോളാം. അപ്പുറത്ത് ചായവ് നിൽക്കുന്നുണ്ട്. വാ. അപ്പം ആ സ്വിച്ച് ഓഫ് ചെയ്തോടുകൂടി എല്ലാ സ്വിച്ച് ഞാൻ വെറുതെ ഒരു ഡൗട്ടിൽ പോയി നോക്കിയതാ. അപ്പം നോക്കിയപ്പോൾ അത് ഓണായിരുന്നു. എന്താണ് ഒരു സാധനം പറിച്ചിട്ട് പോരാ. വാ നമുക്ക് ഉമ്മാക്കേ, നമ്മൾ ഉമ്മാതിരി ഇവിടെ വന്നിട്ട് ഒരു സാധനം പറഞ്ഞു. നമുക്ക് സാഹസികമായിട്ട് ദേ അങ്ങോട്ട് ചായ നിൽക്കണില്ല, അതൊന്നും പൊടിക്കണം. വാ ക്യാമറമാൻ. എല്ലാം കവർ അതിൻ്റെ ഉള്ളിൽ ഇഷ്ടമായി. അസിമല്ലേ ഉഷമേന്റെ മുകളിൽ കവറില്ല. അല്ല അതിനുള്ളിൽ കയറണ്ട. ഒരു ഹൈറ്റുള്ള ആളും കൂടെ വന്ന് ഹൈറ്റുള്ള ഒരാൾ വന്നേന്ന് പറഞ്ഞു. ഞാൻ ഒരു തോട്ടി എടുത്തിട്ട് വരാം. കേട്ടോ, ഒരു മിനിറ്റ്. മൊബൈൽ ഫോൺ ഈ ക്യാമറ ഒന്ന് ഹാൻഡിൽ ചെയ്ത് എന്താ പറയാ. ഒന്ന് ഞാൻ വരുന്നൊരു സംസാരിക്കാൻ തോട്ടി. കറിവേപ്പില ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ജാഫറിന്റെ ആദ്യം ഉപ്പച്ചിന് പറഞ്ഞാൽ മതിയല്ലേ, ഞാൻ എത്രയും കണ്ടിട്ടില്ല. ഉപ്പച്ചി രാവിലെ കുളിച്ച് മാറ്റി ഉപ്പച്ചി പോയി. ഭാവി നിനക്കത്തൂടെ ഈയല്ലേ ഹൈറ്റ് ഉള്ളത്? വേർക്കൂല. എന്നോട് ചോദിക്ക്. ഇതാ ചെക്കന്മാരിപ്പോൾ പറിച്ച് വെക്കുവാ പറഞ്ഞാല് നമ്മൾ ചായ കുടിക്കുമ്പോഴത്തേന്. ചിങ്കു നമ്മൾ ചായ കുടിക്കുമ്പോൾ ചെക്കന്മാർ പറിച്ച് വെക്കുവാ. അങ്ങനെ പറഞ്ഞാൽ മതിയാ, നല്ലത്. കറണ്ട് കമ്പി ഞാൻ ഗേറ്റ് അടിക്കുന്ന സൗണ്ട് ആയിരിക്കും. ഞാൻ വരട്ടെ. എന്നാ ഭാവി പിടിച്ചേ, ഞാൻ പിടിച്ചു നോക്കട്ടെ. ചെക്കന്മാരോട് പറയാം. ഈ ഫ്ലൈറ്റ് പോണ്. എവിടെ ഫ്ലൈറ്റ്? എന്താണ് ഇതെന്താണ് ഇതൊക്കെ നാട്ടിലേക്ക്? ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. 20 ഉറുപ്പിക എടുത്ത് വാങ്ങിത്തരാം. നല്ല സൂപ്പർ. റഷ്യ കൊണ്ടുപോയിട്ട് ഒരു കൊല്ലം കൊണ്ട് ഉണങ്ങിക്കില്ലത്. നല്ല മണുണ്ട്. കല്ലി പോയിക്കാനല്ല കേട്ടോ ഇത്. എന്താ വേണ്ടേ?
ഓടിക്കല്ലേ ഞാൻ ഓടിക്കാൻ വേണ്ടിയത് മരം മുറിക്കണോ? ഇത് ഈ കാറിൽ കേറ്റണ്ടേ? കവറിലിട്ടാ അസിമതൊക്കെ കേൾക്കണില്ലേ? ഈ വടി ഉള്ളിൽ കിടട്ടെ, വീട്ടിന്റെ ഉള്ളിൽ കിടട്ടെ, ഈ വീട്ടിന്റെ ഉള്ളിൽ കിടട്ടെ. മതി 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 സമയല്ല, അത് മതി ശിങ്കു. ഞാൻ മേടിച്ചുതരാം, വേറെ മേടിച്ചുതരാം. ആ കൊണ്ടുവരാൻ പറയാം. വരെ ഇവിടെ നിർത്തി. നിനക്ക് ബുദ്ധിയില്ലേ? ഇവർക്ക് പറഞ്ഞു കൊടുത്തൂടെ? കരിവേപ്പില നടന്നോളി, അങ്ങോട്ടല്ല, അതാ വീട്. ഹലോ ഭാര്യേ, അതാ കുക്ക് കുറ്റിക്കാട്ടിലേക്ക് സൂക്ഷിച്ചിട്ടാ മാറുന്നു മാറുന്നു നടുന്ന് മാറുന്നു. ശിങ്കു വയനാട്ടിലില്ലാത്ത തൈ അങ്ങ് കൊടുങ്ങല്ലൂരോ? പക്ഷേ ചൂട് കുറവുണ്ടല്ലേ? ചൂടായിരുന്നു. അങ്ങനല്ല, പൊതുവെ ഇവിടെ വരുമ്പോൾ ആ കൊടുങ്ങല്ലൂരിൻ്റെ ചൂട് കുറവുണ്ട്. അത് മഴയാണ് കിടക്കുന്നത്, വെതറിൽ അറിയില്ല മഴ പെയ്യുമെന്ന്. ആ വെതറിൽ മഴ തന്നെ കാണിക്കുള്ളൂ, കാരണം മഴക്കാലല്ലേ. ആണോ? സ്വർഗം കിട്ടി. കരിവേപ്പില കുറച്ച സ്വർഗായി. എല്ലാ അമ്മമാർക്ക് അങ്ങനെയാ, ഉമ്മമാര് സന്തോഷം. അപ്പൊ ഇങ്ങക്കോ? പക്ഷെ ഞങ്ങൾക്ക് സന്തോഷം ചിക്കൻ അല്ല, ഞങ്ങളെ കൂടെ വന്ന് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാ, ഞങ്ങളെ കൂടെ നടക്കുക, അപ്പൊ കുറച്ച്. പക്ഷെ അമ്മ ഈ ഒരു 5 വർഷം കഴിഞ്ഞാൽ നമ്മളിതുപോലെ തള്ളവായി പോവൂലേ? നീ അതാ കെട്ടാണ്ട് കിടക്കുക. അയ്യോ, ആഴ്ചക്ക് ഞങ്ങൾ നല്ലൊരു ചെക്കനെ നോക്കുന്നുണ്ട്. അപ്പം നോക്കുന്നില്ല, ഞാൻ പെണ്ണിന്റെ വീട്ടില് വിഷയായിരിക്കും. നോക്കുന്നില്ല അല്ല പിന്നെ ആൾക്കാർ. ഐഷ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, അത് പറഞ്ഞ പിന്നെ കുറെ പേര് ഐഷാനെ കെട്ടിച്ചേരുമെന്ന് ചോദിക്കുന്നുണ്ട്. തരില്ലെന്നല്ല, അവൾക്ക് ഇനിയും കാര്യങ്ങൾ അവളുടെ ലൈഫിൽ ചെയ്യാനുണ്ട്. ഓക്കെ, ഇതാണ് ശിങ്കുവിന്റെ നാട്. ഇതാണ് എന്റെ നാട്. എല്ലാം ഒന്ന് കുറിച്ച് ഇതാണ് ബക്കൽക്കാട് വീട്. ഓർമ്മകൾ എന്താ? അവിടുന്ന് പിണങ്ങിയിട്ട് ഇങ്ങോട്ട് നടക്കും, അവിടുന്ന് പിണങ്ങിയിട്ട് ഒരു പെട്ടിയായിട്ട് അങ്ങോട്ട് പോകും. ഇതന്നെ എൻ്റെ ഓർമ്മകൾ. വേറെ അങ്ങനെ പറയാനായിട്ടും പിണക്കാണ് മെയിൻ. അവിടുന്ന് നാട്ടിൽ വരുമ്പോ സിദ്ധ്യാപ്പാനെ പിടിച്ചിട്ട് അങ്ങോട്ട് ഓടും, അവിടുന്ന് ഇങ്ങോട്ട് ഓടും. ഇതന്നെ അവിടുന്ന് പോയി കുറ്റം പറയും. ഇവരിങ്ങനെയാണ്, അവിടുന്ന് കുറ്റം പറയും. പിന്നെ അവർക്ക് മനസ്സിലായി, അവർക്ക് അറിയാം. അപ്പൊ ഇനി പോണ സമയത്ത് വിളിക്കണ്ടോ? ഞാൻ ദേ ഇപ്പം ഇറങ്ങും, ഞാൻ ദേ ഗേറ്റ് എത്തി, വിളിക്കണ്ട എന്നെ, അങ്ങനെ അറിയണ്ട. അപ്പൊ തിരിച്ചു വിളിക്കാൻ നല്ലൊരു കുട്ടിക്കാലേ. നല്ല അതാണ് ഇങ്ങനെ ആയിപ്പോയത്, കൊഞ്ചിച്ച് വളർത്തിയിട്ട്. ഇതാണ് നമ്മളെ സലാംഖാന്റെ കട. പക്ഷെ മൂപ്പര് മരിച്ചുപോയി. എപ്പോ? അതറിഞ്ഞില്ല, കഴിഞ്ഞ വർഷം മരിച്ചുപോയി. അല്ല, ഞാൻ ഒരു 4 മാസം മുന്നേ വന്നപ്പോ. 4 മാസം മുന്നേ മരിച്ചുപോയി. പെട്ടെന്ന് മരിച്ചുപോയി. ഞാൻ അന്ന് ഇവിടെ വന്നില്ലേ, ഏപ്രിലില്, അന്ന് ഇവിടെ ഉണ്ട്. അതിന് ശേഷമാണ് മരണപ്പെട്ടത്. നല്ല സലാമക്കേനു, നമ്മൾ അങ്ങോട്ട് വരുമെന്നൊക്കെ എക്സ്പെക്ട് ചെയ്തു. ഓക്കെ, ഇപ്പം മൂപ്പര് അനിയനാ ജ്യേഷ്ഠൻ എങ്ങാണ്ടാണ് നോക്കുന്നത്. ഇതാണ് സിദ്ധ്യാപ്പാന്റെ വീട്. ഇതാണ് ശിങ്കുന്റെ വീട്. പിന്നെ അതാണ് തറവാട്, കണ്ടാ? അത് തറവാട്, സിദ്ധ്യാപ്പാന്റെ വീട്. പിന്നെ ബാക്കിലാണ് ഖലീഫ ഇർഫൂലെ, അവരുടെ വീട്, ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെ. പിന്നെ ഇതിന്റെ ബാക്കിലാണ് എൻ്റെ പറമ്പ്,
ഓക്കെ. അപ്പോൾ ഈ വീട് എനിക്കാന്നാണ് സിദ്ധ്യാപ്പ പറയുന്നത്. സിദ്ധ്യാപ്പനോട് ചോദിച്ചു. അതാകുമ്പോൾ വീഡിയോയിൽ എവിഡൻസ് പ്രൂഫ് ഉണ്ടാവുമല്ലോ, ഇത് കാണിച്ചു കൊടുക്കാം. എപ്പോഴും ഇങ്ങനെ പറയണതാണ്. ഈ വീട് എൻ്റെതാണ് പോലും. എൻ്റെ വീട് എൻ്റെ പേരൊക്കെ ഉണ്ട് വീടുമ്മ വേണ്ടാ. ഓക്കെ, മാറ്റങ്ങട. ഇതെൻ്റെ അവകാശം വിട്ട വീടാ. വാപ്പാ വാപ്പാ, ഈ വീട് ഇരിക്കോ കൈഫൂനല്ലേ അല്ലേ? വീഡിയോ പറഞ്ഞേ എല്ലാരും. ഇനി കുടുംബക്കാരെ ഈ വീട് ചോദിച്ചു വരട്ടെ, ഇതെന്റെ കൈഫൂന്. ആ ഈ വീടിന്റെ ബാക്കിൽ പറമ്പടി ഞാൻ ഇതായിട്ട് യോജിപ്പിച്ചു അല്ലേ? അതെ, വീഡിയോയില് വന്ന് കിടാം. അത് ഇതോട് ചോദിച്ച് This is our എന്റെ ഉമ്മയുടെ കാലശേഷം മനാര് നോക്കും, ഉമ്മ ഞാൻ നോക്കും. ഇവിടെ 2:30 അടുത്ത് തട്ടും. ഞാൻ കൈഫിനെ തട്ടും. കൈഫ് അതെ ഇവിടെ എങ്ങനെ തട്ടാവും? കൈഫ് എന്നെ എങ്ങനെ ഞാൻ ഇവിടെ തട്ടാവും? അല്ല ടൈം ഇവിടുന്ന് അങ്ങോട്ടല്ലേ പോണ്ടേ? വരി. ഇന്നൊരു ഇടി ഉണ്ടാവും ഇവിടെ. ചായ വേണ്ട, ടൈമില്ല. ഇല്ല, ഏതായാലും അവിടെ നിന്ന് കുടിക്കാം. വെറുതെ കേറിയതാ. ഇവിടെ അല്ല, അവിടെ. ഇല്ല 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 ഇല്ല. വേറൊരു കാര്യം പറഞ്ഞുതരാം. ഈ വീട്ടില് ഇവിടെ ഒരു അടുക്കള ഉണ്ട് കേട്ടാ, അടുക്കള. പിന്നെ ഇവിടെ ഉണ്ട് ഒരു അടുക്കള. ഇതിന് പുറമെ ഈ വേറൊരു അല്ല, ഇതൊരു പറയട്ടെ, ഇതൊരു കഥ തന്നെ. 2 മൈക്കും എന്തിന് എന്നാ നീ പിടിച്ചോ, എന്നാ ഒരു മൈക്ക് നീ കേൾക്കട്ടെ. ഇതിന് പുറമെ ഇതിന്റെ പുറകില് ഒരു അടുക്കള. ഓക്കെ, ഇനിയും അടുക്കള. നോക്കിയാ നോക്കിയാ, 3 അടുക്കള, 3 അടുക്കള. ഇവിടെ റൂമിനേക്കാളും കൂടുതലാ. അപ്പൊ നീ അവിടുത്തെ സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്താ മതി. അടുക്കളയാ. അപ്പൊ ഞാൻ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ അവിടെ നിന്ന് ഈ അടുക്കളയായിട്ട് യോജിപ്പിച്ച അടുപ്പുണ്ട്, അടുക്കള ഉണ്ട്. ഇവിടെ ഒരു റൂം ഉണ്ടായിരുന്നു തോന്നണം, അത് അവര് ബാത്റൂം ആക്കി അപ്പുറത്ത് കൂടെ. ഓക്കെ, ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഈ ഒരു ഏരിയ ഉണ്ട്. സിദ്ധ്യാപ്പന്റെ സ്ഥലം പണിത് ഫുള്ള് വീടാക്കി വെച്ചിരിക്കാം. എല്ലാവർക്കും പെരുമറ. ഇത് മൊത്തം ഇവിടെ മൊത്തം ഇനിയൊരു കുറച്ചുകൂടി സ്ഥലം ഉണ്ടെങ്കിൽ അപ്പുറത്ത് പണിത് വെച്ചാൽ എന്തെങ്കിലും. എങ്ങനെയാ? ഇത് ടോയ്ലറ്റ്. ഇത് ടോയ്ലറ്റ് ആക്കി. കണ്ടാ, ഇവിടെ ഇവിടെ പണ്ട് ആട്ടും കൂടൊക്കെ ഉണ്ടായ ക്ലാസ് ഉള്ളോണ്ടല്ലേ കുറച്ച് ദിവസം ഇവിടെ നിൽക്കാനല്ലേ. ഇപ്പൊ അവിടെ നോക്കുകയാണെങ്കിൽ ഫുള്ള് ജാതിക്കാ തോപ്പാണ്. അതാണ് എന്റെ സ്ഥലം. കണ്ടോ അവിടെ, കണ്ടോ എന്റെ സ്ഥലം. സ്ഥലം നമുക്കൊന്ന് പരിശോധിക്കുമ്പോൾ പക്ഷെ ഫുള്ള് കാടാ. അവിടെ ഉണ്ട് ഒരു ബാത്റൂം. കണ്ടോ, അവിടെ ഫ്രിഡ്ജ് ഇട്ടിരിക്കുക, ആർക്ക് യൂസ് ചെയ്യാണ്ട്. അത് ബാത്റൂം ആയിരുന്നു, അവിടെ ഇത് ക്ലോസ് ചെയ്തല്ലോ. വേണ്ടല്ലോ, ആകെ 2 പേരല്ലോ. ശരിക്കും ഇവിടെ ഒരാൾക്ക് വാടകയ്ക്ക് താമസിക്കാം അല്ലേ? അവർക്ക് അങ്ങനെയും വരും. പക്ഷെ ഒരു ഡോർ ഉണ്ടല്ലോ. ഇങ്ങനെ വന്നിട്ട് ഇവിടെ അടുക്കള ഉണ്ട്, ബാത്റൂം ഉണ്ട്. ഒരു കുട്ടി ഫാമിലിക്ക് വാടകയ്ക്ക് താമസിക്കാം, ആവശ്യക്കാരൊക്കെ ഇങ്ങനെ. ഓക്കെ, നമുക്ക് പോവാം. Come on, let's go. ഉമ്മ വീഡിയോ എടുക്കണ ഓടി. പാത്തു എന്താ പാത്തു വീഡിയോ എടുക്കണോ? ഇതാണ് ഇവിടെ കാർന്നൂര്. പാത്തുമ്മ ഈ വീട്ടിലെ പോരാളി. എനിക്ക് വേണ്ട, എനിക്ക് ഇപ്പൊ പറ്റില്ല. ഓക്കെ, ഇതാണ് നല്ല പാത്തുമ്മാന്റെ ചായ. ഞാൻ പറയുന്നു നാണോണ് ഉമ്മക്ക്. അല്ല, 15 മിനിറ്റ് ലേറ്റ് ആയി. നമുക്ക് ചായ കുടിക്കാൻ പോകും. ഉമ്മ വായ വാ. വേപ്പിന് മറക്കല്ലോ കേട്ടോ. എന്റെ വാളിയുമ്പോ അളിയെ ലേറ്റ് ആക്കി. വാ, ഈ ചായ വന്നോ? അത് വിഷയമില്ല. ഇവിടുന്ന് അവിടേക്ക് പോയാൽ അവിടുന്ന് ഇവിടേക്ക് ഒറ്റ വീടല്ല. ഇതിലേ പോവാ, ഷോർട്ട് കട്ട് ഇതില്.
അസ്സലാമലൈക്കും. ആ അറിയാ ആ സലാം ഖാൻ അനിയനല്ലേ? സലാം ഖാൻ ആ അല്ല ഞാൻ പറഞ്ഞിരുന്നു അത് നമ്മള് നോക്ക്. ശരി, അസ്സലാമലൈക്കും. ഇതിലേ പോയാലോ? ഷോർട്ട് കട്ടാ. ഇവരെല്ലാം കണ്ടിട്ട് എത്ര നാളായി? ഇവരോ കൊറേ ആയിടി. എനിക്കൊന്നാണ് കല്യാണത്തിൽ വന്നപ്പോ കണ്ടതാന്ന് തോന്നുന്നു. പിന്നെ അങ്ങനെ നമ്മൾ പുറത്തിറങ്ങില്ലല്ലോ. നമുക്ക് അപ്പുറത്ത് കൂടെ പോയാൽ കുറച്ച് നടക്കണം. കാടും പടലകളും. ഇതാണ് കൊറേ നാളായി കണ്ടിട്ടില്ലേ? ഇതാണ് പണ്ട് എന്റെ കൂട്ടുകാരത്തിയുടെ ഉമ്മ കേട്ടോ. ഇത് എന്റെ കൂട്ടുകാരത്തി. അവിടെ നിന്നാണ്. ആ ഞങ്ങൾ ഒരുമിച്ച് ഇപ്പൊ പഠിക്കുക. അത് ശരി. പഠിക്കാന്ന് വെച്ചാല് പരീക്ഷ ഉണ്ടല്ലോ. ആ ഞങ്ങൾ ഒരുമിച്ച് ഇപ്പൊ പോവാ. ആ ഇന്നലെ വന്നതാ. വാ ഇത്താന്റെ വീട് കൈഫിന്റെ വീടില്ലേ, അത് കുറച്ച് നീങ്ങിട്ടാണ്. ഒരു 5 മിനിറ്റ് അത്രേ ഉള്ളൂ. ശരി. അല്ല, റഷ്യത്തെ കൂട്ടുകാരി ഒരുമിച്ച് പഠിച്ചത് MBBS. ആ ഇപ്പൊ എവിടെ ഇവിടേക്ക് വന്നതാ? ആ ഇതുവരെ തറവാട് അല്ലേ? ഇതുവരെ തറവാടാ. നമ്മളുടെ അയൽവാസി വലിയപ്പന്മാരായിട്ടുള്ളൊരു ബന്ധമാണ് ഇവിടുത്തെ വാപ്പയും. അങ്ങനെ എൻ്റെ അടുത്ത് പറയാറുണ്ട്. സോ എനിക്ക് കാര്യങ്ങളൊക്കെ പേരക്കുട്ടികളായി, പക്ഷെ കണ്ടാ പറയില്ലല്ലോ. കൂട്ടുകാരുടെ ഉമ്മല്ല, വല്യുമ്മയാണ്. ഇവൾക്ക് പ്രായമില്ലല്ലോ. ആ വലിയ മോളുണ്ട്, ബിടെക് ഒക്കെ കഴിഞ്ഞ് വലിയ ഗ്രാനിയാണ് ആക്ച്വലി, പക്ഷെ പ്രായമില്ല. ഓ ഇവിടെ എല്ലാരും അടുത്തടുത്തല്ലേ തറവാടൊക്കെ, നമ്മുടെ അവിടുത്തെ പോലെ അല്ല. ഓക്കെ, എല്ലാരും അങ്ങോട്ടും ഇത് നമ്മളെ സിനിത്താന്റെ വീട്. സിനിത്ത ഹംദാന്റെ ചങ്കിന്റെ വീട്. ഹംദാനില്ലേ, അതായത് ഹംദാൻ ഹാദിക്കിന്റെ വീട്. ഹംദാന്റെ ബെസ്റ്റിയ. അല്ല, യാസിൻകാക്ക് ഒരു പ്രൊമോഷൻ ഉണ്ട് ആലപ്പുഴയില്. അപ്പൊ അതിന് ഞങ്ങൾ എല്ലാരെയും വിളിച്ചപ്പോ ഇറങ്ങിയതാ. ആലപ്പുഴക്ക് പോണം. അതാരൻ ഇറങ്ങിയതില്ലെങ്കിൽ പരീക്ഷ ഇവളുടെ വീട്ടിലും പോണം. എന്റെ വീട്ടിലും കയറണം. അങ്ങനെ ഇതാണ് കൈഫുവിന്റെ വീട്. ഈ വീടെന്ന് വെച്ചാല് മേലെ ഇറങ്ങിയിട്ട് താഴേക്ക് ഇറങ്ങണം. എന്നാ ശരി, അസ്സലാമു അലൈക്കും. എന്നാ ശരി, വാ അങ്ങോട്ട്. ആ ഇതാണ് കൈഫു. നോക്കിയത് കൈഫുന്റെ വണ്ടികൾ. ഇതൊക്കെ കൈഫുന്റെ പണിയാ. പെയിന്റ് അടിച്ചതും എല്ലാം ചെയ്തു. ഈ വീടിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് 2 നിലയാ. ആ നമ്മ താഴേന്ന് കണ്ട വീടത്. നോക്കിക്കോ ഈ വീടിന്റെ പ്രത്യേകത. വാ, ഇത് 2 നിലയാ, പക്ഷെ മേലെ നോക്കുമ്പോ 1 നില. താഴേക്ക് അത് പണിതേക്കുന്നത്. എല്ലാടാ മേലെ കൂടെയാണ് റോഡ് പോകുന്നത്. അന്നേരം താഴേന്ന് ഇങ്ങനെ പണിത് വന്ന അതിന്റെ സ്ട്രക്ചർ അങ്ങനെ പോയി. മനസ്സിലായോ? അതാണ് ഫസൽ കുനിമ. നമ്മള് ഈ ഫ്രണ്ടിൽ കൂടെ കേറാറേ ഇല്ല. നമുക്ക് വീടിന്റെ ബാക്കിൽ കൂടെ എപ്പോഴും ഷോർട്ട് കട്ട് ഉണ്ട്. ഇതെന്ന് വെച്ചാല് ഇങ്ങനെ ചുറ്റി വളഞ്ഞു വരണം. അപ്പൊ ഭയങ്കര പാടല്ലേ. നമ്മളെപ്പോഴും പുറകിൽ കൂടെ വെറുതെ. മേലെ 2 റൂം, താഴെയാണ് അടുക്കളയും ഹാളും, പിന്നെ ഇവിടെ ഒരു ഇരിക്കാം. അതാണ് ഫസൽ കുനിമാക്ക് ആര് വന്ന് വെല്ലടിച്ചാലും ഓടി മേലോട്ട് വരണം. അതൊരു പാടാ. വാ താഴേക്ക് വാ. അവന്മാർക്ക് പ്രൈവസി അല്ലേ? അവന്മാർക്ക് പ്രൈവസി. ഹലോ ഹലോ ദീദിയോ? എന്തേ ഞാനെങ്ങനാ
ഞാൻ എല്ലാവരും സിൻസിയറിറ്റി പതുക്കെ ഇറങ്ങിക്കോ. കണ്ട ഈ വീടിന്റെ സ്ട്രക്ചർ കണ്ട മേലേന്ന് താഴേക്ക് ഇറങ്ങിയത് കൊള്ളാം രസം. ഞാൻ പറഞ്ഞു വിളിക്കുന്നില്ല. താഴെ ഒരു റൂം ഐഷിന്റെ ഏതോ ഞങ്ങൾ കയ്യിന്ന് പോയി വേണോ ബീവിത്താനെ കണ്ടു. ലൂയി ലൂയി ലൂയില്ലേ ഞങ്ങളെല്ലാരും ഒരുങ്ങി വന്നപ്പോ ലൂയി ഹായ് ദീദി ഞാനും ഡ്രസ് ഇട്ടു. ലൂയി 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 ഞങ്ങൾ ഒരുങ്ങി വന്നു താഴേക്ക്. അപ്പൊ മൂപ്പര് കണ്ട് ഹായ് ദീദി എന്നിട്ട് അവന്റെ ഡ്രസ് ഇങ്ങനെ കാണിക്കാം. കൈഫുന്റെ വീട്ടില് ഹംദാനില്ലേ മദർസയിൽ പോയി കാണും. ഹംദാനോടാ ഹംദാൻ എന്തേ എവിടെ മദ്രസ പോയി മോളിലാണ് ഇറങ്ങണേ. അല്ലൊന്ന് വിളിച്ചൂടായിരുന്നോ? ഒരു കടി എന്ന് പറഞ്ഞ ഞാൻ നോക്കിയേ കണ്ട ഇതാണ് അടുക്കള സ്റ്റോറും ഇതാണ് ഫാസിൽ കുഞ്ഞുമാസ് ഹോം ടൂർ. ഇവിടെ എന്തെങ്കിലും പരിപാടി വെച്ചാലുള്ള ഭക്ഷണം എല്ലാ വീട്ടിൽ ഇത് ആൾക്കാരും ഇവിടെ ഉണ്ടാവും. അവിടെ എല്ലാവരും ഉണ്ടാവും. അങ്ങനെയാണ് ഒറ്റ വീട് പോലെയാണ്. അങ്ങനെ എന്ത് ഫംഗ്ഷൻ ഒറ്റ കോമ്പൗണ്ട്. എടാ അമ്മാനെ വിളിക്കടാ. എടാ ഹെൽപ്പ് ചെയ്യാ അമ്മാനെ വിളിക്കോ. അതിലില്ലേ ഭയങ്കര പിണക്കൊക്കെ അറിയാം. ഞങ്ങളിപ്പോ പോവും. ബീഫൊക്കെ ഉണ്ട് തോന്നുന്നു. ഞങ്ങളിപ്പോ പോവും. സുബു എവിടെ? അയ്യോ ഇവിടെ ഒരു സുബു ഉണ്ട്. കാണിച്ചിട്ട് ഗൈസ് കാണേണ്ടത് എന്ത് ക്യൂട്ടാണെന്നറിയോ. സാധാരണ സുബു എവിടെ? മതി മതി വരൂ. സുബു ഉണ്ട് ഇവിടെ. സുബു നമ്മളെ സുബു അല്ല കേട്ടോ. ഇത് വേറെ സുബു ആണ്. എവിടെ കുഞ്ഞുമ സുബു? സുബു എവിടെ? നീ വീഡിയോ ഒന്ന് കണ്ടോക്കണേ. കുറച്ച് പ്ലാനിങ് ഉണ്ട് അതില്. ഇതാണ് ഞാൻ പറഞ്ഞ പാർട്ട്ണർഷിപ്പ് ഉള്ള എന്റെ അവിടെ ആയിട്ടുള്ള ഓഹരിന്റെ അവകാശി. ഒന്ന് നോക്കട്ടെ ഏതൊരു വെള്ളം കുടിക്കില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. സൈനൈഡ് കൊടുത്തിട്ട് സീസ് ചെയ്യണം നിന്നെ. അല്ല അല്ല പിന്നെ അവളെന്താ ചെയ്യണമെന്നറിയോ? ഭാഗം എന്തോരം ഭാഗം എടാ തമാശ പറഞ്ഞേ. ഞാനും എന്റെ വൈഫും വരുമ്പോ എനിക്കൊരു റൂം. ഞാൻ പെങ്ങള് വൈഫൊന്നുമില്ല. തട്ടുകളായിട്ട് അല്ലേ പെണ്ണിട്ടുണ്ടാ. ഓക്കെ ഓക്കെ താഴെ പോയല്ലോ. ഈ മദർസ പോവാണ്ട് ഞങ്ങളെ കാത്ത് ഇരിക്കുന്നു. ഉറങ്ങിപ്പോയി എണീറ്റില്ല. അല്ലടാ എന്നാലും നിന്നെ കാണാണ്ട് പോയ ഞാൻ ഇർഫാനെ കൊണ്ട് വിളിപ്പിച്ചതാണ്. സുന്ദരി മോളയില്ലേ അല്ലേ? ഇർഫാന്റെ പാരന്റിങ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ലേ പാത്രം കഴുകുന്നത് നോക്ക് ഉറങ്ങി കിടക്കായിരുന്നു. കാണാണ്ട് പോയി ഒന്നും പോയിട്ട് വരാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ദ ഫുഡ്. ഓക്കെ ഗുഡ് മോർണിംഗ്. വാ നല്ല ചായ. പുതിയ ബ്ലോഗർ ഞാൻ ബ്ലോഗുമായിട്ട് അല്ലേ കരുപ്പൊന്ന് ചായക്ക് ഇച്ചിരി ടേസ്റ്റ് കൂടുതലേ. അതെന്താ കുഞ്ഞുമുട്ടുണ്ട് ചായക്ക് നല്ല ടേസ്റ്റ്. ആഹാ എന്തുട്ടാ ഡാഡി എന്നാ ഇച്ചിരി ചായ കുടിച്ചേ. വല്ല ചാ ഇപ്പൊ ഗൈസ് നമ്മൾ പിന്നെ ശിങ്കുവിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇതാ കൊടുങ്ങല്ലൂരാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണിച്ചു കൊടുങ്ങല്ലൂർ. ഇപ്പൊ ചേരമാൻ പാസ് ചെയ്യും പള്ളിയാ. ആ ഇതിലേ പോകുമ്പോ നമ്മൾ 98 കിലോമീറ്റർ നമ്മൾ എവിടെ എത്തും? ആലപ്പുഴയിലെത്തും.
ആലപ്പുഴയിൽ എല്ലാവർക്കും ഞാൻ ഇതാണ് ലക്ഷ്മി സിനിമാസ്. ഒരു കിടിലൻ സർപ്രൈസ് സെറ്റാക്കി. സർപ്രൈസ്. പിന്നെ ഇത് പറയട്ടെ, പിന്നെ അളിയനും ബാബിയും പിന്നെ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും അതിൽ കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി ഓരോ കുറച്ച് വയനാടൻ വ്ളോഗുകൾ, മേപ്പാടി വ്ളോഗുകൾ, ഫുഡ് വ്ളോഗുകൾ എല്ലാം നമുക്ക് അതിലും കാണാം കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. എന്റെ പവർ ഒന്ന് കാണിക്കൂ, നമ്മളെ ചാനലിന്റെ പവർ. അതെല്ലാവർക്കും നമ്മളോടൊരു ബഹുമാനം ഉണ്ട്. നമ്മൾ കാരണം ഒറ്റയടിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആവുന്നു, എല്ലാം സെറ്റ് ആവുന്നു. ചേരമാൻ എത്താറായില്ല. അവനും പോണം. പറഞ്ഞോ ബാക്കി. അപ്പം അത്ര തന്നെ. ഇനി നമ്മള് ഇവിടുത്തെ ബസ്സുകാരൊക്കെ ബസ്സിന് നീ പറയും. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ എല്ലാരും കാണണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പേര് ഡിസൈഡ് ചെയ്തോ? എല്ലാരും പേരൊന്ന് പറഞ്ഞു. ഇല്ല, ഈ വീഡിയോ വരുമ്പോ ഒരു പേരായിട്ടുണ്ടാവും ചാനലില്. നാളെ അപ്ലോഡ് ചെയ്ത് തുടങ്ങൂലേ. അപ്പൊ ലിങ്ക് ഉണ്ടാവും താഴെ, എല്ലാരും കേറിയിട്ട് സബ് ചെയ്യാം. അന്നലെ കണ്ട ഉമ്മച്ചില്ലേ, ഉമ്മച്ചി നിങ്ങളെല്ലാവർക്കും വെച്ചു കൊടുക്കണേ. നമ്മൾ കൊടുവള്ളിന്ന് കണ്ടേ ഉമ്മ. ഓക്കെ. അപ്പൊ ഗൈസ് നമ്മളിപ്പോ ചേരമാന്റെ അതിലേക്ക് കൂടിയാണ് പോകുന്നത്. അല്ല, ചേരമാൻ എത്തി. അതെ, ചേരമാൻ. ഉപ്പച്ചിയുടെ ചേരമാൻ പള്ളി. ഇതാണ് ചേരമാൻ പള്ളി. നമ്മ അതിലേക്ക് കൂടെ എപ്പോഴും ഇതിലേ പോകുമ്പോ നമ്മളെ നിർത്തിയിട്ട് പൈസ ഇടണം. അതൊരു ഇതാണ്, ബർക്കത്താണ് അവിടെ. ഇതില് വരുമ്പോ ഇതിലേ പോവൂല. കണ്ട, ഇതാണ് ഗൈസ് ചേരമാൻ ജുമാ മസ്ജിദ്. ഇന്ത്യത്തെ ആദ്യത്തെ പള്ളി ചേരമാൻ. ഓക്കെ, ഇതാണ് നമ്മളെ കൊടുങ്ങല്ലൂര് പാസ് ചെയ്ത് ഇനി പോവാണ്. നമ്മൾ നേരെ പറവൂര് കയറും. ഓക്കെ, പറവൂരില്ലേ പോലെ പോവാ. അതെ, പറവൂര്. ഗൂഗിൾ മാപ്പ് പറയുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ ഗൈസ്, ഞങ്ങളിതാ കൊച്ചി എത്തിയപ്പം ടോൾ ഗേറ്റിൻ്റെ അവിടെ നിർത്തിയാണ്. ഈ വണ്ടിക്ക് ആദ്യത്തെ ഓണർ പിടിപ്പിച്ചിട്ടുണ്ടാവും ഏത് ഫാസ്റ്റാഗ്, പിന്നെ പുള്ളി അത് പറിച്ച് കളഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെ പേരിലോട്ടായപ്പോൾ നമ്മൾ ഒട്ടിക്കണമല്ലോ, പിന്നെ നല്ല എനിക്ക് റീചാർജ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഫാസ്റ്റാഗ് ഒട്ടിക്കുകയാണ് ഇതിൽ. എന്നിട്ട് ആദ്യമായിട്ട് നമ്മൾ ടോൾ പാസിൽ കയറ്റാൻ വേണ്ടി പോവാണ്. സെറ്റ്. സോ ഗൈസ്, നമ്മൾ ആദ്യമായി ഫാസ്റ്റാഗ് സെറ്റാക്കിയിട്ടുണ്ട്. വർക്ക് ചെയ്തില്ലോന്ന് ഇപ്പോൾ അറിയാം. ഫസ്റ്റ് തന്നെ ഇട്ട പാടെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ടോന്ന് അറിയണല്ലോ. ഇല്ല, ഉദ്ഘാടിച്ചിട്ടില്ല. ഉദ്ഘാടിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഉദ്ഘാടിച്ചു. എനിക്കിപ്പോ മെസ്സേജ് വരും. നിർത്തി ഇരട്ടി പൈസ കൊടുക്കണം. ഇതിപ്പോ 700 റുപ്യായി. അതിൽ 100 റുപ്യയിലുണ്ടാവും. ബാക്കി ഒരു 300 റുപ്യ കൂടി റീചാർജ് ചെയ്ത് വെച്ച്. നമുക്ക് വയനാട്ടിൽ ഇതിന്റെ ആവശ്യമില്ല. ഓ, പറ്റും. ഇനി നമ്മൾ ഓട്ടോമാറ്റിക് പോവല്ലേ അപ്പൊ. ഓക്കെ, ഇനിയപ്പം എല്ലാരും സീറ്റ് മാറി. ഞാൻ ആദ്യമായിട്ടാണ് ഈ വണ്ടീന്റെ പുറകിൽ. ഞാൻ ഇതുവരെ കോഴിക്കോട്ടിലേന്. ബേക്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ബേക്കിലിരിക്കുമ്പോ നല്ല രസമുണ്ട് കാണാൻ രസമുണ്ട് ബേക്കിലേട്ടോ. എന്നാ പോവാ. നമ്മളങ്ങനെ ആലപ്പുഴ എത്തിയിരിക്കുകയാണ്. നമ്മളെ ഇവിടെ എന്താ തിരക്കെന്ന് അറിയില്ല. ഇവിടെ എന്തോ ഒരു തിരക്ക് കാണുന്നുണ്ട്. അപ്പം നമ്മൾ ഈ വീഡിയോ എൻ്റെ ആക്കാനായി വേഗത്തിൽ 2 ആള് നോക്ക് നല്ല ഉറങ്ങുക. സോ നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നാളെ നിങ്ങൾക്ക് ഒരു കിഡിലൻ സർപ്രൈസ് ഉണ്ടാവും, വെയിറ്റ് ചെയ്യും. അപ്പം എന്താ പറയാനുള്ളത്? ഉമ്മാക്കാണെങ്കിൽ AC ഞങ്ങൾക്ക് ഇങ്ങനെ കിടുകിട വരയ്ക്കാം. ഉമ്മാക്കാണെങ്കിൽ AC എത്ര കൊണ്ടിട്ട് ചൂടെടുക്കുക. ഞാൻ ഇതുവരെ നടത്തിക്കില്ല. എന്തോ അപ്പം എന്തായാലും ബൈ. നാളെ കിട്ടിലും വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.